എല്ലാവർക്കും മല്ലുകൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബാന്ദ്ര, ഡൈസ്, ബസുക തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് മേഡകൾ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഈ ചിത്രം ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസാക്കിയിട്ടുണ്ട്. മലയാളം ഭാഷയിലും സിനിമ വന്നിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് കരം എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് കരം. ഇപ്പോൾ അടുത്ത് വന്ന ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിരുന്നു കരം. പക്ഷേ സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ മനോരമ മാക്സിൽ നവംബർ മാസം 7-നാണ് കരം സിനിമയുടെ OTT റിലീസ്. അതായത് ഇന്ന് രാത്രി 12 മണിക്ക് സിനിമ വരും. അടുത്തൊരു അപ്ഡേറ്റ് കിസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. ഒരു ഫാൻറ്റസി എൻ്റർടൈനർ സിനിമയാണ് കിസ്. ഈ സിനിമ C5-ൽ ഇന്ന് രാത്രി 12 മണിക്കാണ് OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വള എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ധ്യാൻ, ലുക്മാൻ തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് വള സിനിമ നേടിയെടുത്തത്. ഇപ്പോഴത്തെ ഈ സിനിമ സൈനാബ്ഡയിൽ റിലീസാക്കാൻ പോവുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. നവംബർ മാസം പകുതിയോടുകൂടിയായിരിക്കും വള സിനിമയുടെ OTT റിലീസ് ഉണ്ടാവാൻ പോകുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്ലിംഗ് എന്ന സീരീസുമായി ബന്ധപ്പെട്ടതാണ്. മനോരമ മാക്സ് ആണ് ഈ സീരീസ് പുറത്തിറക്കുന്നത്. ഇതിൻ്റെ കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. കൂടുതലും അടുത്ത വീക്കായിരിക്കും സീരീസിൻ്റെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ബൈസൺ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു തമിഴ് സിനിമയാണ്. വിക്രമിൻ്റെ മകൻ ധ്രുവിക്രമാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഒരു സ്പോർട്സ് ഡ്രാമ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ബൈസൺ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈയൊരു സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. നെറ്റ്ഫ്ലിക്സ് ആണ് ബൈസൺ സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം 16-നായിരിക്കും ബൈസൺ സിനിമയുടെ OTT റിലീസ്. മലയാളം ഭാഷയിലും സിനിമ അന്ന് തന്നെ വരും. അടുത്തൊരു അപ്ഡേറ്റ് ഫാന്റാസ്റ്റിക് ഫോർ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഈയൊരു സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ റിലീസാക്കിയിരിക്കുകയാണ്. തമിഴ്, ഇംഗ്ലീഷ് ഭാഷയിലാണ് സിനിമ വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ജോളി LLB 3 എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹിന്ദി സിനിമയാണ്. അക്ഷയ് കുമാറാണ് സിനിമയിലെ നായകൻ. തിയേറ്ററുകളിൽ ഫ്ലോപ്പായ സിനിമയാണ് ജോളി LLB 3. അടുത്തൊരു അപ്ഡേറ്റ് വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. നാദൃഷിയാണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. അർജുൻ അശോകൻ, ദേവകി സഞ്ജയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ ഇവരാണ് എന്ന് സ്വന്തം പുണ്യാളനിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ റിലീസായിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. എവറേജ് അഭിപ്രായമാണ് സിനിമ നേടിയെടുത്തത്. ഇപ്പോഴിതാ മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. നവംബർ മാസം ലാസ്റ്റ് വീക്കിലായിരിക്കും പുണ്യാളൻ എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ജിൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ഹൊറർ മൂവിയായിരുന്നു ജിന്നെ. എവറേജ് അഭിപ്രായമാണ് സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ചത്. സിനിമ റിലീസായിട്ട് വർഷങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. സബിൻ ഷാഹിറാണ് സിനിമയിലെ നായകൻ. ഇപ്പോഴിതാ ജിന്നി സിനിമ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മനോരമ മാക്സിൽ നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ജിന്നി സിനിമ റിലീസിനെത്തും. അടുത്തൊരു അപ്ഡേറ്റ് ഡൈസ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് കാത്തിരുന്ന സിനിമയാണ് ഡൈസ്. പ്രണവ് മോഹൻലാലാണ് സിനിമയിലെ നായകൻ. തിയേറ്ററിൽ നിന്ന് പോസിറ്റീവ് റിപ്പോർട്ടാണ് സിനിമയ്ക്ക് ലഭിച്ചത്. നല്ല കളക്ഷനും ഡൈസ് സിനിമ നേടിയെടുത്തു. കുറെ കാലത്തിന് ശേഷമാണ് ഒരു പ്രണവ് മോഹൻലാൽ സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. നല്ലൊരു ഹൊറർ മൂവിയാണ് ഡൈസ്. സിനിമ തിയേറ്ററുകളിൽ വർക്കായി. ഇപ്പോഴിതാ ഡൈസ് സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് വാങ്ങിച്ചിരിക്കുന്നത്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ഡൈസ് സിനിമ റിലീസിനെത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ബാന്ദ്ര കാത്തിരിക്കുന്ന ആരാധകർ ഇപ്പോഴുമുണ്ട്. കാരണം ദിലീപും തമനയുമാണ് ബാന്ദ്രയിൽ അഭിനയിച്ചിരിക്കുന്നത്. തിയേറ്ററുകളിൽ ഫ്ലോപ്പായാലും ഒരുപക്ഷെ OTTയിൽ വിജയിക്കാൻ സാധ്യതയുള്ള സിനിമയാണ് ബാന്ദ്ര. നല്ലൊരു കഥയാണ് സിനിമ പറഞ്ഞു പോയത്. പക്ഷേ ഓവർ ഹൈപ്പ് കൊണ്ടാണ് ബാന്ദ്ര പരാജയപ്പെട്ടത്. ഇപ്പോഴിതാ ബാന്ദ്ര സിനിമയുടെ OTT ജിയോ ഹോട്ട്സ്റ്റാറാണ് വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ ന്യൂസ് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ്. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബാന്ദ്ര സിനിമ OTT റിലീസിന് എത്തുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് നോക്കിയിരിക്കുന്ന സിനിമയാണ് ബസൂക്ക. മമ്മൂട്ടിയുടെ അവസാനത്തെ 2 സിനിമകൾ OTT റിലീസ് ചെയ്തിട്ടില്ല. എന്നാൽ ബസൂക്ക സിനിമ OTTയിൽ വിറ്റുപോയതാണ്. C5 വാങ്ങിച്ചതാണ്. എന്നിട്ടാണ് അവർ റിലീസ് ചെയ്യാതെ ഇരിക്കുന്നത്. നല്ലൊരു ആക്ഷൻ മൂവിയായിരുന്നു ബസൂക്ക. മമ്മൂട്ടി തിരിച്ചു വന്നാൽ ബസൂക്ക സിനിമ റിലീസാക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതുവരെ ബസൂക്ക റിലീസാക്കിയിട്ടില്ല. നവംബർ മാസം ലാസ്റ്റ് വീക്കോടുകൂടി ബസൂക്ക സിനിമ OTTയിൽ വരുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ
താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.